നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിൽ മണിപ്ലാന്റ് വളർത്തുമ്പോൾ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ മണിപ്ലാന്റ് വെക്കുന്നത് ശരിയായ ദിശയിലല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലങ്ങളാണ് വന്നു ചേരുന്നത്. വാസ്തുപ്രകാരം വീട്ടിൽ മണിപ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെയധികം പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് മണിപ്ലാന്റ്. അതിനാൽ വീടിനുള്ളിലും ജോലിസ്ഥലത്തും മണിപ്ലാന്റ് വയ്ക്കുന്നത് ഉത്തമമാണ്. എന്നാൽ മണിപ്ലാന്റ് വീട്ടിൽ വെറുതെ വളർത്തിയത് കൊണ്ട് മാത്രം ധനലാഭം ഉണ്ടാകില്ല. ഇതിന് ചില പ്രത്യേക ചിട്ടകളും ശാസ്ത്രങ്ങളും ഉണ്ട്. ഇവ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ വന്നു ചേരൂ. വീടിനുള്ളിൽ കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കുകയാണെങ്കിൽ മണിപ്ലാന്റ് ഭാഗ്യം തന്നെയാണ്. എന്നാൽ സ്ഥാനം തെറ്റിച്ചാൽ ഫലം വിപരീതമാകും എന്നുള്ളതാണ് വാസ്തവം. ഇനി വാസ്തുശാസ്ത്ര പ്രകാരം മണിപ്ലാന്റ് വളർത്തേണ്ട യഥാർത്ഥ സ്ഥാനം ഏതാണെന്ന് നോക്കാം. മണിപ്ലാന്റ് വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനം നോക്കി വേണം മണിപ്ലാന്റ് നടുവാൻ. മണിപ്ലാന്റ് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. ഈ ഭാഗത്താണ് ധനം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്ന വീനസിന്റെ വാസസ്ഥലം. അതുപോലെ തന്നെ ഗണപതിയുടെ വാസസ്ഥാനവും ഇതാണെന്ന് കരുതപ്പെടുന്നു. നെഗറ്റീവ് എനർജിയുടെ വശമാണ് വടക്ക് കിഴക്ക് ഭാഗം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് മണിപ്ലാന്റ് നടാൻ പാടുള്ളതല്ല. ഈ ദിശയിൽ മണിപ്ലാന്റ് നടുമ്പോൾ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. മണിപ്ലാന്റ് എപ്പോഴും ചട്ടിയിലോ കുപ്പിയിലോ നടുന്നതാണ് ഉത്തമം. മണിപ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതാണ്. ഇത് പലപ്പോഴും നിലത്ത് നടുന്നവരുമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും മണിപ്ലാന്റ് നിലത്ത് നടരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ചെടിയുടെ വള്ളി നിലത്ത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചെടികൾ ഒരു കാരണവശാലും ഉണങ്ങുന്നത് നല്ലതല്ല. വാസ്തുപ്രകാരം ഉണങ്ങിയ മണിപ്ലാന്റ് നിർഭാഗ്യത്തിൻ്റെ പ്രതീകമാണ്. ഇത് നിങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയാണ് ബാധിക്കുക. അതുകൊണ്ട് മണിപ്ലാന്റ് പതിവായി നനയ്ക്കുന്നത് ഉത്തമമാണ്. ഇനി ഇലകൾ ഉണങ്ങാൻ തുടങ്ങിയാൽ അത് വെട്ടി നീക്കം ചെയ്യുക. ഒരിക്കലും ഉണങ്ങിയ ഇലകൾ ചെടിയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. ഉണങ്ങിയ ഇലകൾ കൂടുതലായും നെഗറ്റീവ് എനർജിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇലകളോ തണ്ടുകളോ ഉണങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവ നീക്കം ചെയ്യേണ്ടതാണ്. സൂര്യപ്രകാശം മണിപ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതിനാൽ ജനലിന് സമീപത്ത് മണിപ്ലാന്റ് വളർത്തുന്നതാണ് ഉത്തമം. മണിപ്ലാന്റിൻ്റെ ഇലകൾക്ക് ഹൃദയാകൃതിയാണ് ഉള്ളത്. ഇത് ബന്ധങ്ങൾ സുദൃഢമാകാൻ സഹായിക്കും എന്നൊരു വിശ്വാസവും ഉണ്ട്. ദമ്പതിമാർ താമസിക്കുന്നിടത്ത് ഒരു കാരണവശാലും മണിപ്ലാന്റ് കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ സൂക്ഷിക്കരുത്. ഇത് ദാമ്പത്യത്തിൽ വഴക്കുകൾക്ക് ഇടവരുത്തും എന്നൊരു വിശ്വാസവും ഉണ്ട്. അതുപോലെ തന്നെ മണിപ്ലാന്റ് വീട്ടിലുള്ളവർ അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് വെട്ടിക്കരുത് എന്നൊരു വിശ്വാസവും ഉണ്ട്. ഇത് ധനം കൈമറിഞ്ഞു പോകാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. കൂടാതെ മണിപ്ലാന്റ് വീട്ടിൽ നിന്നും മറ്റുള്ളവർക്ക് നൽകരുത് എന്നൊരു വിശ്വാസവും ഉണ്ട്. കാരണം ഇത് ശുക്രനെ പ്രകോപിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. ശുക്രൻ സമൃദ്ധിയുടെയും ക്ഷേമത്തിൻ്റെയും പ്രതീകമാണ്. അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പടിയിറങ്ങിപ്പോകും എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. വീടിനുള്ളിൽ ശുദ്ധവായുവിൻ്റെ സഞ്ചാരം ഉറപ്പുവരുത്താൻ മണിപ്ലാന്റിന് സാധിക്കും. അന്തരീക്ഷത്തിൽ നിന്നും അപകടകാരികളായ രാസമൂലകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് മണിപ്ലാന്റിന് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കാറുണ്ട്. വീട്ടിൽ മാത്രമല്ല, ജോലി സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്നിടത്തും മണിപ്ലാന്റ് വളർത്തുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. വെറുതെ ഒരു മണിപ്ലാന്റ് വാങ്ങി വെച്ചതുകൊണ്ട് ഒരിക്കലും സമ്പത്തും ഐശ്വര്യവും കുമിഞ്ഞുകൂടില്ല. മണിപ്ലാന്റ് ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യം കൊണ്ടുവരുന്ന ചെടി തന്നെയാണ്. അതുകൊണ്ട് മണിപ്ലാന്റ് വെക്കുന്നവർ അല്ലെങ്കിൽ മണിപ്ലാന്റ് വീട്ടിലുള്ളവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.